അപ്പോൾ അൻവർ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തൃപ്തികരമാണ്. പ്രതികരണം മാത്രമല്ല, അന്വേഷിക്കുന്നതിനുള്ള നിലപാടും മുഖ്യമന്ത്രി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. പരാതിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. അന്വേഷണം നടത്തുന്ന സമയത്ത് കുറ്റക്കാരായി ആരെങ്കിലും പേര് ഉയർന്നു വന്നാൽ അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതിലൊരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൃപ്തിയുണ്ടെന്നും ഇനി ഗവൺമെൻറ്റാണ് തുടർ നിലപാടുകൾ സ്വീകരിക്കേണ്ടതെന്നുള്ളതും ശ്രീ അൻവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ഇന്ന് പറഞ്ഞത്. അത് നേരത്തെ അദ്ദേഹം ഉന്നയിച്ചില്ലേ? അല്ല, അദ്ദേഹത്തിൻ്റെ പരാതിയിൽ ഈ പ്രശ്നം ഉൾപ്പെടെയുണ്ട്. ആ പ്രശ്നം ഉൾപ്പെടെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രശ്നമുണ്ടെങ്കിൽ കർശനമാണ്. ഒരിക്കലും CPIM ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്യുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. അത് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ വിവിധ സംഭവങ്ങളിൽ അത് ബോധ്യമാകുന്ന കാര്യമാണ്. കേരളത്തിലെ CPIMൻ്റെ വലിയ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റാണുള്ളത്. ആ ഗവൺമെൻറ്റിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി CPIMൻ്റെ PB അംഗമാണ്. ആ നിലയിൽ പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് തന്നെ ഈ ഉത്തരവാദിത്വം നിറവേറ്റും. മുഖ്യമന്ത്രി തന്നെ നേരത്തെ തന്നെ ഈ നിലപാട്, ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്തെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ആശങ്കയും പ്രകടിപ്പിക്കേണ്ടുന്ന കാര്യമില്ല. ആരാണോ കുറ്റം ചെയ്യുന്നത് ആ കുറ്റം ചെയ്യുന്ന ആളെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അല്ല, അത് പത്രത്തിൽ തന്നെ ഞാൻ വേറൊരു ഉദ്യോഗസ്ഥൻ്റെ പേര് വായിച്ചിട്ടുണ്ട്. ഈ ക്രമസമാധാന പരിപാലനത്തിന് ചുമതല ഏൽപ്പിക്കുന്നില്ല. അത് ശരിയാണോന്ന് എനിക്കറിയില്ല. അതിൻ്റെ വ്യക്തത ഗവൺമെൻറ്റാണ് പറയേണ്ടത്. അപ്പോൾ ആ ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്തെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഇതിൽ സംശയം തോന്നേണ്ട കാര്യമില്ല. ഈ അന്വേഷണ സംഘത്തിൻ്റെ നേതാവ് DGP ആണ്. DGP എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇതുപോലുള്ള ആരോപണത്തിന് വിധേയനായിട്ടുള്ള ആളല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധിക്കുന്നത്. ആ പരിശോധനാ റിപ്പോർട്ട് വരെ ഇതിൻ്റെ എല്ലാ വശങ്ങളും ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പരാതിയുടെയും കൂടി അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പരിശോധിച്ച് വ്യക്തമായ നിലപാട് സ്വീകരിക്കുക ചെയ്യും. ഞാനിപ്പം മുന്നണി കൺവീനറായിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കൂടിയാലോചന നടത്തി വരുന്നുണ്ട്. അല്ല, ഇത് പ്രശ്നം മാത്രമല്ല. ഇതിനേക്കാളെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ. ആ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള നിരവധി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന. അത് വെച്ച് മുമ്പോട്ട് പോവുകയാണ് ഗവൺമെൻറ്. അപ്പോൾ അതെല്ലാം വരുന്ന സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും അർഹമായ പരിഗണന കൊടുത്ത് നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഒരു കുറ്റവാളിയെ രക്ഷിക്കുന്ന പ്രശ്നം സ്വീകരിക്കില്ല. കുറ്റം തെളിയണമല്ലോ. കുറ്റം തെളിയുമ്പോഴാണല്ലോ. കുറ്റം ആരോപിച്ചത് കൊണ്ട് മാത്രം കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല. കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾക്ക് കർശനമായ നിലപാട് അവർക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു നിലപാട് നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്യും.